Hi friends, welcome to Malayalam Architecture Tutorials. ഞാൻ എൻ്റെ ഒരു ശ്യാം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പെട്ടെന്ന് എങ്ങനെ ഡയമെൻഷൻസ് കൊടുക്കാം ഒരു പ്ലാനിൽ എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. സോ അതിലേക്ക് നമുക്ക് പോകാം. ഞാൻ ദേ ഒരു പ്രൊജക്റ്റ് ലിസ്റ്റ് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ നോർമലി 3D അല്ല നമ്മൾ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ സൈറ്റിലേക്ക് കൊടുക്കുന്നത്. നമ്മൾ ഇതുപോലുള്ള പ്ലാൻ അല്ലെങ്കിൽ ഷീറ്റാണ്. ഓക്കെ, ഷീറ്റിനകത്ത് സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കാറുള്ളത്. സോ വെറുതെ കൊടുക്കാറില്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഇതുപോലെ ഡയമെൻഷൻസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ എടുത്ത് വെച്ചിട്ടൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അല്ല ഷെഡ്യൂൾ ആഡ് ചെയ്തിട്ടൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഡീറ്റെയിലിങ്ങിൽ നമ്മൾ നോർമലി നമുക്ക് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. അതായത് നമ്മൾ ഇപ്പോൾ ഒരു വോളിൻ്റെ ഡിസ്റ്റൻസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലി ചെയ്യുന്നത് ഈ ഒരു എൻഡും സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു എൻഡ് ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഈ വോളിൻ്റെ കൊടുക്കണമെങ്കിൽ ഇങ്ങനെയാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഇതല്ലാതെ നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്ക് ഡയമെൻഷൻസ് കൊടുക്കാൻ പറ്റും. അതിനെക്കുറിച്ചാണ് പറയുന്നത്. നോർമൽ ഡയമെൻഷൻസ് കൊടുക്കുന്നത് അനോട്ടേറ്റിലാണ്. ഇവിടെ പല ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ഡീറ്റെയിലിങ്ങിന് യൂസ് ചെയ്യുന്ന എല്ലാം ഇവിടെയാണ് കിടക്കുന്നത്. അപ്പം അതിനകത്ത് അലൈൻഡ് ഉണ്ട്, ലീനിയർ ഉണ്ട്, ആംഗുലർ ഉണ്ട്. അലൈൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏതൊരു ആംഗിളിൽ വേണമെങ്കിലും നമുക്ക് ഡയമെൻഷൻ കൊടുക്കാം. അതായത് ഇപ്പം ഈ ഒരു ലൈൻ ഇവിടെ ഉണ്ട്, കുറച്ചുകൂടെ ആംഗിൾഡ് ആയിട്ട് വേറെ ലൈൻ ഉണ്ടെങ്കിൽ അതിൻ്റെ സ്ട്രെയിറ്റ് ഡിസ്റ്റൻസ് കൊടുക്കാൻ പറ്റും. ലീനിയർ എന്ന് പറയുമ്പം ജസ്റ്റ് ഹൊറിസോണ്ടലും വെർട്ടിക്കലും ആയിട്ടുള്ള ഡയമെൻഷൻസ് ആയിരിക്കും കൊടുക്കുന്നത്. പിന്നെ ആംഗുലർ എന്ന് പറയുമ്പം രണ്ടെണ്ണത്തിൻ്റെ ആംഗിൾ കണ്ടുപിടിക്കുന്ന ആ ഒരു സംഭവമാണ്. ഒരു ഡയമെൻഷൻസ് കൊടുക്കുന്ന ഒരു ടൂളാണ് ആംഗുലർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെ പെട്ടെന്ന് കൊടുക്കാം എന്ന് നോക്കാം ഡയമെൻഷൻസ് ഒക്കെ. ഇപ്പോൾ അലൈൻഡ് ഞാൻ സെലക്ട് ചെയ്തു. അവിടെ ഇപ്പോൾ നമുക്ക് വോൾ ഫേസ് ഉണ്ട്, സെൻട്രൽ ലൈൻ ഉണ്ട്, സെൻറ്റർ ഓഫ് കോർ ഉണ്ട്, ഫേസ് ഓഫ് കോർ ഉണ്ട്. വോൾ സെൻറ്റേഴ്സ് എന്ന് പറയുമ്പോൾ സെൻട്രൽ ലൈൻ എന്ന് പറയുമ്പോൾ ഈ വോളിൻ്റെ സെൻട്രൽ ലൈൻ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൊടുക്കുന്നതാണ് വോൾ സെൻട്രൽ ലൈൻ എന്ന് പറയുന്നത്. ഇനി അതല്ല ഞാൻ മാറ്റിയിട്ട് ഫേസസ് കൊടുക്കുകയാണെങ്കിൽ ഈ വോളിൻ്റെ ഈ ഒരു ഫേസും അതായത് എൻഡ് തമ്മിലുള്ള ഈ വോളിൻ്റെ ഏതെങ്കിലും എൻഡ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കൊടുക്കുന്നതിനാണ് വോൾ ഫേസസ് യൂസ് ചെയ്യുന്നത്. ഇനി അതല്ല നമുക്കിപ്പോൾ പെട്ടെന്ന് ഞാനിപ്പോൾ ലീനിയർ എടുക്കുമ്പോൾ ഇവിടെ ലൈൻ വരത്തില്ല. അതായത് നമുക്ക് ഈ ഒരു ഫേസ് സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. പകരം നമുക്ക് ഈ ഒരു പോയിന്റ്സ് ആണ് സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, കണ്ടില്ലേ? ഇങ്ങനെ പോയിന്റ് സെലക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മളിപ്പോൾ നോർമലി കൂടുതൽ യൂസ് ചെയ്യുന്നത് അലൈൻഡ് ആണ്. അത് പെട്ടെന്ന് ഡയമെൻഷൻസ് കൊടുക്കാൻ പറ്റുന്ന ഒരു ടൂളാണ് അലൈൻഡ് ഡയമെൻഷൻസ് ടൂള്. സോ അലൈൻഡ് എടുക്കുക. അവിടെ ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വോൾ ഫേസസ്, വോൾ സെൻട്രൽ ലൈൻ എന്നൊക്കെ. അപ്പോൾ ഞാൻ വോൾ ഫേസസ് എടുത്തു. ദെൻ ഇവിടെ ഇൻഡിവിജ്വൽ റെഫറൻസ് ആണ് കിടക്കുന്നത്. അതെന്ന് പറയുന്നത് ഞാനിപ്പോൾ ഈ ഓരോ പോയിന്റ് സെലക്ട് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഈ ഓരോ ഫേസസ് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇനി അതല്ല നമുക്ക് പെട്ടെന്ന് ഡയമെൻഷൻസ് ചെയ്യാനായിട്ട് അവിടെ തന്നെ നമ്മുടെ റെവിറ്റ് തന്നെ നൽകുന്ന ഒരു ഓപ്ഷൻസ് ആണ്. ഇൻഡിവിജ്വൽ മാറ്റിയിട്ട് ഇവിടെ എൻ്റയർ വോൾ ഉണ്ട്. എൻ്റയർ വോൾ കൊടുത്താൽ ഞാനിപ്പോൾ ജസ്റ്റ് എൻ്റയർ വോൾ കൊടുത്താൽ എനിക്ക് ഈ വോളിൻ്റെ ഡിസ്റ്റൻസ്, അതായത് ഈ വോൾ എത്ര ഡിസ്റ്റൻസ് വരെ പോകുന്നുണ്ടോ അതിൻ്റെ ഫുള്ള് ഡിസ്റ്റൻസ് എനിക്ക് കിട്ടും, ഡയമെൻഷൻസ് എനിക്ക് കിട്ടും. കണ്ടില്ലേ? ഓക്കെ, മനസ്സിലായില്ലേ? ജസ്റ്റ് ഞാൻ ഈ ഫേസ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. എനിക്കിപ്പം ഈ വോളിൻ്റെ സൈസ് എത്രയാണോ ഉള്ളത്, എത്ര സൈസ് വരെ ഞാൻ ഈ വോൾ വരച്ചിട്ടുണ്ടോ ആ വോളിൻ്റെ ഡയമെൻഷൻസ് എനിക്ക് പെട്ടെന്ന് കിട്ടും. ഇനി അത് മാറ്റിയിട്ട് ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പണിംഗ് ടിക്ക് ചെയ്ത് കൊടുത്തിട്ട് സെൻറ്ററും വിട്ടും ഞാനിപ്പോൾ വിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കിപ്പം ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്, നമ്മുടെ വിൻഡോയുടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. ജസ്റ്റ് ഞാൻ ഈ വോൾ വീണ്ടും സെലക്ട് ചെയ്താൽ ആ ഓപ്പണിങ്ങിൻ്റെ എൻഡിൽ വെച്ചിട്ടുള്ള ഡയമെൻഷൻസ് കിട്ടും. ഇനി അതല്ല ഞാനിവിടെ ഓപ്ഷൻസ് വന്നിട്ട് സെൻട്രൽ ലൈനാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഈ ഓപ്പണിങ്ങിൻ്റെ സെൻട്രൽ ലൈൻ വെച്ചിട്ടുള്ള ഡയമെൻഷൻസ് എനിക്ക് കിട്ടും. നേരത്തെ ഇവിടെ എൻഡാണെങ്കിൽ എനിക്കിവിടെ ഇപ്പം കിട്ടിയിരിക്കുന്നത് സെൻട്രൽ ലൈനാണ്. ഓക്കെ, നമ്മുടെ നമ്മുടെ ഈ ഓപ്പണിങ്ങിൻ്റെ സെൻട്രൽ ലൈനാണ് കിട്ടിയിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ നമുക്കിവിടെ ഓപ്ഷൻസിൽ ഇൻ്റർസെക്റ്റിംഗ് വോൾസ് ഉണ്ട്, അതുപോലെ ഇൻ്റർസെക്റ്റിംഗ് ഗ്രിഡ് ഉണ്ട്. നമുക്കിപ്പം ഇവിടെ ഏതെങ്കിലും ഗ്രിഡ് വരുന്നുണ്ടെങ്കിൽ ഈ വോളിൻ്റെ എൻഡ് മുതൽ ആ ഗ്രിഡ് വരെയുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും മാർക്കാവുന്നത്. പിന്നെ ആ ഗ്രിഡ് മുതൽ അടുത്ത എൻഡ് വരെയുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, അങ്ങനെ ആയിരിക്കും. അല്ലെങ്കിൽ ഇടയ്ക്ക് ഗ്രിഡ് വരുവാണെങ്കിൽ ആ ഗ്രിഡിൻ്റെ ഡിസ്റ്റൻസ് ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പം അതൊക്കെയാണ് ഇതിൻ്റെ യൂസ്. അതായത് നമുക്ക് പെട്ടെന്ന് നമുക്ക് ഡയമെൻഷൻസ് മാർക്ക് ചെയ്ത് വിടാൻ പറ്റും. നമ്മളിപ്പോൾ ഡീറ്റെയിലിംഗ് ഫീൽഡിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഡയമെൻഷൻസ്, ഞാനിപ്പോൾ ഡീറ്റെയിലിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് ഡയമെൻഷൻസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ വാൾ സെലക്ട് ചെയ്യുക, ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ ഓപ്പണിംഗ് സെലക്ട് ചെയ്യുക, എന്നിട്ട് നമുക്ക് ഓപ്ഷൻസിൽ ചെന്നിട്ട് നമുക്ക് വിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഡയമെൻഷൻസ് കൈ കിട്ടും. ഓക്കെ, ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇൻ കേസ് അതായത് നമ്മളിപ്പം ജസ്റ്റ് ഇതൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് മാറിപ്പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ താഴെ ഡ്രാഗ് എലമെൻറ്റ് ഓൺ സെലക്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾ മാക്സിമം ഓഫ് ചെയ്തിടുക. കാരണം ഞാൻ ഓഫ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഞാൻ അറിയാതെ ഓരോന്നൊക്കെ ഡ്രാഗ് ചെയ്ത് മാറ്റാറുണ്ട്. അത് നമുക്കൊരു ഇടയ്ക്ക് പണിയാവാറുണ്ട്. കണ്ടില്ലേ?
ഇപ്പം അറിയാതെ നമ്മളിപ്പം സെലക്ട് ചെയ്യുന്ന ടൈമിലൊക്കെ ഞാനിപ്പം ഇത് ഡ്രാഗ് ചെയ്ത് മാറ്റാറുണ്ട്. സോ അത് മാറ്റാതിരിക്കാനായിട്ട് നിങ്ങൾക്കൊരു ടിപ്പാണ്, നിങ്ങൾ മാക്സിമം ഇവിടെ ഡ്രാഗ് എലമെൻറ്റ്സ് ഓൺ സെലക്ഷൻ മാക്സിമം ഓഫ് ചെയ്തിട്ടാൽ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോഴൊന്നും നിങ്ങളുടെ എലമെൻറ്റ്സ് ഡ്രാഗായി പോകത്തില്ല. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക്